നീ എന്താ ഇങ്ങനെ നടുങ്ങിയിരിക്കുന്ന? ഗസ്റ്റ് ആണല്ലേ? ഹലോ സർ, ഞാൻ തനുജ. ഹലോ മാഡം. ഹലോ. എന്നെ മനസ്സിലായോ? ഞാനിവിടുത്തെ സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ മകളാ. സാറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ബലരാമൻ സാറല്ലേ? ആ അതെ. എന്റെ അച്ഛന്റെ സുഹൃത്തല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ടല്ല, പത്രത്തിലൊക്കെ. എന്താ സർ, ശരിയല്ലേ? എന്റെ അച്ഛന്റെ അടുത്ത കൂട്ടുകാരനല്ലേ? അതെ. ദേവികെ, നമുക്ക് 2 അതിഥികളുള്ളതല്ലേ, ഉച്ചഭക്ഷണം ഹെവി ആക്കണം. അതിരിക്കട്ടെ, അച്ഛൻ എവിടെ? ഇവിടുത്തെ അമ്മയും ഇവിടെ ഇല്ല. എന്താ ദേവികെ മിണ്ടാതെ നിൽക്കുന്നെ? തനുജ ഇപ്പൊ പോ, അച്ഛനമ്മയും വരാൻ വൈകും. കണ്ടില്ലേ മാഡം, ഇതാണ് ദേവികയുടെ സ്വഭാവം. എപ്പോഴും കോമഡിയാ. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ പറയുന്നു. കുട്ടി എവിടെയാ താമസിക്കുന്നേ? ഞാൻ കുറച്ച് ദൂരെയാ മാഡം, തൃക്കണ്ണാപുരത്ത്. കുട്ടി ഇവിടെ കൂടെ കൂടെ വരാറുണ്ടോ? ആ, സമയം കിട്ടുമ്പോഴൊക്കെ വരും. പക്ഷേ ഇവിടെ ഉള്ളവരുടെ സ്വീകരണം ശരിയല്ല. പറഞ്ഞിട്ട് കാര്യമില്ല, 2ാം കുടിയിലെ കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. തനുജ, ഞാനൊരു കാര്യം പറയട്ടെ, ഒന്ന് വന്നേ. ആദ്യം ഞാൻ ഇവരോട് കാര്യങ്ങൾ സംസാരിക്കട്ടെ. മാഡം, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? ഓ ഷുവർ. താങ്ക് യു മാഡം. കേട്ടോ മാഡം, ഞാൻ എന്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. അച്ഛനെ കണ്ടുപിടിച്ചു, സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത്. ഇന്നിപ്പോ DNA ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴാ അമ്മയെക്കുറിച്ച് അഡ്വക്കേറ്റ് ചോദിച്ചത്. അപ്പോ അച്ഛനെ കണ്ട് ചോദിക്കാന്ന് വെച്ചു അമ്മ ആരാണെന്ന്. അതിനാ ഞാൻ വന്നത്. കുട്ടി വിഷമിക്കണ്ട, കുട്ടിക്ക് കുട്ടിയുടെ അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റും. അതത്ര എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നില്ല മാഡം. അച്ഛൻ അനുവദിക്കണം അമ്മയെ കാണാൻ. സിദ്ധു നല്ലൊരാളാ. സിദ്ധു സത്യം പറയൂ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ശരിയായിരിക്കും മാഡം, പക്ഷേ എന്നോടാള് ഭയങ്കര ടഫാ. സാറിനോട് എന്റെ അച്ഛൻ എങ്ങനെയാ? നല്ല സ്നേഹമാണല്ലേ? എന്തായാലും ഞാൻ വന്നത് നല്ല സമയത്താ. നിങ്ങളെപ്പോലെ 2 വലിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. നിങ്ങൾ വിചാരിച്ചാ എന്റെ സ്വപ്നം സാധിക്കും. എനിക്ക് എന്റെ അമ്മയെ കിട്ടും. കുട്ടി ഇത്രയും ആഗ്രഹിച്ചൊരു കാര്യത്തിന്റെ പുറകെ നടക്കുമ്പോ ആ കാര്യം സാധിക്കുക തന്നെ ചെയ്യും. താങ്ക് യു മാഡം. ആദ്യമായിട്ടാ ഇത്രയും പോസിറ്റീവായിട്ട് എന്നോട് ഒരാൾ സംസാരിക്കുന്നത്. സത്യം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.